UDF പ്രവർത്തകന്മാർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, UDFനെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും ധാരാളം UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM നേതാക്കന്മാർ UDFിലേക്ക് വരാനുള്ള താല്പര്യം കാണിച്ചത്. ഐഷ പോറ്റിയിലാണ് ആദ്യം തുടങ്ങിയത്. ഐഷ പോറ്റിയെ പോലെ സമ്മതയായ ഒരു രാഷ്ട്രീയ നേതാവ് അവര് CPMൽ രാജിവെച്ച് UDFിൽ കോൺഗ്രസിൽ ചേരുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് G സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത ത്യാഗധനനായ അഴിമതി രഹിതനായ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. പയ്യന്നൂരിലുണ്ടായ സംഭവം, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച പാർട്ടി നേതൃത്വത്തിനും അവിടുത്തെ MLAക്കുമെതിരെ സംസാരിച്ച കുഞ്ഞികൃഷ്ണനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നിപ്പോൾ വിജയത്തിന്റെ പാതയിലാണ് അദ്ദേഹം. തളിപ്പറമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറിയും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹം ഒഴിയുന്ന സീറ്റിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് പുറത്തു വന്ന് കൈപ്പത്തിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മലമ്പുഴയിലെ ഭൂരിപക്ഷം നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. CPMന്റെ PK ശശിയെ പോലെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതുപോലെയാണ് നിരവധിയായ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നു. വാസ്തവത്തിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല രാത്രിയിൽ ഇത് പകലാണെന്ന് പറഞ്ഞാൽ പകലാണെന്ന് പറയുന്ന പാർട്ടി നേതൃത്വമാണ് CPMനെ ഈ നിലയിൽ എത്തിച്ചത്. ഞങ്ങൾ കൂടുതൽ വിശകലനം പിന്നെ നടത്താം. ഇപ്പോഴാ വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയ്ക്കെതിരായി ശബ്ദമുയർത്താൻ ആരും ഉണ്ടായില്ല. പണ്ടൊക്കെ CPIക്കാർ ശബ്ദമുയർത്തി, കാനൻ രാജേന്ദ്രനും വെളിയം ഭാർഗവനും ഉള്ളപ്പോൾ CPI പറയും. ഇപ്പം അതുമില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കു കാലാകാലങ്ങളായി വോട്ട് ചെയ്തിരുന്ന നല്ലൊരു ജനവിഭാഗം ഇത്തവണ UDFന് വോട്ട് ചെയ്തു. അവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രമുണ്ടായ ഒരു വിജയമാണെന്ന് ഞാൻ കാണുന്നില്ല. ഈ വിജയത്തിന്റെ പിന്നിൽ ഏറ്റവും ശക്തമായി ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. നമ്മുടെ നേതാക്കന്മാരെ മുഴുവൻ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്ത് ഒരു ടീം UDF ആയി പ്രവർത്തിക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ഒക്കെ നേതൃത്വം ഞങ്ങൾക്ക് നൽകിയ ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെജിയുമാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും ഉണ്ടായി. ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുഗ്രഹവും ഉണ്ടായി. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ 5 ഗ്യാരണ്ടികളും സമയബന്ധിതമായി ഞങ്ങൾ പൂർത്തീകരിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളം മുഴുവൻ നടത്തിയ പ്രചരണ സമിതിയുടെ ചെയർമാൻ നിലയിൽ ഞാൻ പറയുന്നു, വലിയ പ്രയോജനമുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.